ഫളിനോട് കൽപ്പിക്കുക. അവിടെ നബിയുടെ ബാധ്യതയാണ്. പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം പെണ്ണ് എഹ്റാമിലാണ്. എഹ്റാമിൽ നിൽക്കുന്ന സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മുഖം എന്ത് ചെയ്യാം? മറക്കാതിരിക്കാം. അതൊന്ന്. രണ്ടാമത്, ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ല നിയമം പറയുന്ന വേളയിൽ സഹാബാക്കളോട് ഒരു പ്രാവശ്യം പറഞ്ഞവരെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയുമ്പോൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുക റസൂലിന്റെ സ്വഭാവമല്ല. ഒരു പ്രാവശ്യം പണ്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. എന്ത്? മുഖം മറക്കേണ്ട സ്ഥലമാണ് എന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അത് മതി. കാണുമ്പോഴെല്ലാം അത് പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ട ആവശ്യമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, യാ മാശറൻ നിസാ, നിങ്ങൾ സ്ത്രീകളുടെ സമൂഹമേ, നിങ്ങൾ ധർമ്മം കൂടുതൽ ചെയ്യുക. നരകത്തിൽ കൂടുതൽ സ്ത്രീകളെയാണ് ഞാൻ കണ്ടത് എന്ന് നബി പറഞ്ഞതായ ഒരു വാർത്തയുണ്ട്. ഈ വാർത്ത പറഞ്ഞതായ വേളയിൽ എന്തുകൊണ്ടാണ് റസൂലേ ഞങ്ങൾ കൂടുതൽ നരകത്തിലാവാൻ കാരണമെന്നൊരു പെണ്ണ് നിന്ന് ചോദിച്ചു. നിങ്ങൾക്കറിയുന്ന ഹദീസാണ്. ചോദിച്ചതായ വേളയിൽ റിപ്പോർട്ടകൻ പറയുകയാണ്, ആ പെണ്ണിന്റെ കവിളിത്തടം ഞാൻ കണ്ടു. എങ്ങനെയാണ് കണ്ടത്? വയസ്സും പ്രായവും ഉള്ളത് കാരണത്താൽ ചുളിഞ്ഞുരുണ്ടതായ ആ കവിൾത്തടം, കറുത്തുപോയതായ കവിൾത്തടം ഞാൻ കണ്ടു എന്നാണ് ഹദീസിലുള്ളത്. വയസ്സും പ്രായമാവുമ്പോൾ കവളിന്റെ കോലം മാറുമല്ലോ. അങ്ങനെയുള്ള ഒരു തള്ള നിന്നിട്ട് ചോദിച്ചു, റസൂലെ എന്താ ഞങ്ങൾ നരകത്തിൽ കൂടുതലാവാൻ? അപ്പോൾ റസൂല് പറഞ്ഞു, നിങ്ങൾ യക്ഫുർനൽ അശീറ, നിങ്ങളുടെ ഭർത്താവിന് നന്ദി കാട്ടാത്തവരാണ് അധിക പേരും. അതുപോലെ തന്നെ വയുക്തിർനൽ ലഅന, ശാപങ്ങൾ അധികരിപ്പിക്കുന്നവരാണ് നിങ്ങൾ എന്നിട്ട് അധിക പേരും. സ്ത്രീകളുടെ സ്വഭാവത്തിൽപ്പെട്ടാണല്ലോ അത്. എന്റെ ശബ്ദം കേൾക്കുന്ന സ്ത്രീകൾ ശ്രദ്ധിക്കുക, ശാപം ഒഴിവാക്കുക. കുട്ടികളെ ശപിക്കരുത് റസൂല് പറയുന്നു. സ്വന്തം സമ്പത്തിനെ ശപിക്കരുത്. സ്വന്തം വീടിനെ സമ്പത്തിനെ അതൊന്നും ശപിക്കാൻ പാടുള്ളതല്ല. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമാണെങ്കിൽ ശാപത്തിൽ പെട്ടുപോകും. സ്വന്തം സമ്പത്തിനെ, സ്വന്തം നഫ്സിനെ, സ്വന്തം ശരീരത്തെ ശപിക്കരുത്. സ്വന്തം കുട്ടികളെ ശപിക്കരുത്. സ്വന്തം സമ്പത്തിനെ ശപിക്കരുത്. സ്ത്രീകൾ എന്നിട്ട് വന്നു പോകാറുള്ളതാണ്, എന്ത് സമ്പത്ത്, എന്തൊരു ഹലാക്ക്, നശിച്ചു പോകട്ടെ എന്നൊക്കെ പറയുന്ന വേർഡ്സുകളൊക്കെ ആരാണ് ഉപയോഗിക്കൽ? പുരുഷന്മാരെക്കാൾ സ്ത്രീകളാണ്. ഇന്ന് കുറച്ച് പുരുഷന്മാർ സ്ത്രീകളായി മാറിയിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളിൽ. എല്ലാവരെയും അല്ലാഹു നന്നാക്കട്ടെ. അപ്പോൾ അവരുടെ മുഖം കണ്ടി എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? വരിക? മുഖം കണ്ടില്ലേ, അപ്പോൾ മുഖം മറച്ചിട്ടില്ലല്ലോ ആ പെണ്ണ് എന്നല്ലേ? മനസ്സിലായില്ലേ? എന്നല്ലേ വരിക? അതിന് മറുപടി ഈ പർദ്ദയുടെ ആയത്ത് ഇറങ്ങുന്നത് കഴിഞ്ഞ രാത്രി നാം പറഞ്ഞപ്പോഴാണ്. ഹിജ്റയുടെ 5-ാമത്തെ വർഷത്തിലാണ്. ഹിജ്റയുടെ 2-ാമത്തെ വർഷത്തിൽ പെരുന്നാൾ നമസ്കാരം നിർബന്ധമായിട്ടുണ്ട്. പെരുന്നാൾ നമസ്കാരാനന്തരമാണ് റസൂൽ പ്രസംഗിക്കുന്നത്. അപ്പോൾ പർദ്ദയുടെ ആയത്ത് ഇറങ്ങുന്നതിന് മുമ്പാണ് ഈ പ്രസംഗം നടക്കാൻ സാധ്യത. അതൊന്ന്. രണ്ടാമതായിട്ട് ഖുർആനിൽ തന്നെ ആയത്തുണ്ട്. ഏത്? വയസ്സും പ്രായവുമായിട്ട് കല്യാണം കഴിക്കാൻ പൂതിയില്ലാത്തതായ കളവത്തിമാരെ സംബന്ധിച്ചിടത്തോളം ഈ ഖുർആനിൽ പ്രത്യേക ആയത്തുണ്ട്. എന്ത്? കല്യാണം കഴിക്കാൻ ആഗ്രഹമില്ലാത്തതായ പെൻഷനായ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വിരോധമില്ല. അവർ പർദ്ദ ഒഴിവാക്കുന്നുണ്ട്, വിരോധമില്ല. പക്ഷേ എങ്ങനെയാണ് പർദ്ദ ഒഴിവാക്കേണ്ടത്? ഭംഗിയോടുകൂടി പ്രകടമാവാத രൂപത്തിൽ. ഫിലിം കാണുന്ന മനുഷ്യന്മാർക്ക് 16-കാരിയായിട്ട് 60-കാരിയായ നടി അഭിനയിക്കുന്നത് കണ്ട് പരിചയമുള്ളവർക്ക് ഇത് പറഞ്ഞ് വിശദീകരണം ആവശ്യമില്ല അല്ലേ? ഏത് 60-കാരിയായ നടി 16-കാരിയായിട്ട് അഭിനയിക്കുന്നത് നാം കാണാറില്ലേ? ഫിലിം കാണുന്നവർക്ക് പരിചയമുണ്ടായിരിക്കും. അപ്പോൾ റസൂൽ അതാണ് പറയുന്നത്. എന്ത്? വയസ്സും പ്രായം ഉണ്ടായിരുന്നാലും ഭംഗിയോടുകൂടി പ്രകടമാകരുത്. ഭംഗിയോടുകൂടി പ്രകടമായാലോ എന്താ സംഭവിക്കുക? ലികുല്ലി സാഖിതത്തിൻ ഫിൽ ഹയ്യി ലാഖിതത്തുൻ വകുല്ലു കാസിദത്തിൻ യൗമൻ ലഹാ സൂഖുൻ. അറബി കവി പാടിയിരുന്നു. ഏത് പട്ടണത്തിലും ഒരവസരത്തില്ലെങ്കിൽ മറ്റൊരു അവസരത്തിൽ ഏത് വീണ സാധനവും പറക്കാൻ ആളെ കിട്ടും. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഭംഗിയോടുകൂടി വയസ്സും പ്രായമുള്ളവൾ പ്രകടമായാലും എന്തുണ്ട്? അപകടമുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ടാണ്. അതെ. പിന്നെ പൊതു ഇസ്ലാമിന്റെ നിയമമാണ്. പർദ്ദ എന്ന് പറയുന്നത് പുതുതായി വന്നതാണ്. പർദ്ദ ഒഴിവാക്കുക എന്നത് പഴയതാണ്, അസലാണ്.
അതുകൊണ്ട് അസ്ലിലേക്കല്ല നാം മടങ്ങേണ്ടത്. പുതിയ നിയമം സ്ഥാപിതായി കഴിഞ്ഞാൽ പഴയതൊക്കെ ക്യാൻസലായി ആ പുതിയതായി വന്ന പർദ എന്താണ് എന്നത് പഠിച്ചിട്ട് അത് ഫിറ്റാക്കാനാണ് നാം മുന്നോട്ട് വരേണ്ടത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പർദയുടെ ആയത്തിന്റെ സമാപനത്തിൽ പറഞ്ഞത് എന്ത്? വതൂബൂ ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂന ലഅല്ലകും തുഫ്ലിഹൂൻ. സത്യവിശ്വാസികളെ, നിങ്ങളെല്ലാവരും ഇതുവരെ കേട്ടതായ പർദയുടെ നിയമം കേട്ടതിന്റെ ശേഷം ഇത് ഫിറ്റാക്കാത്തവരാണെങ്കിൽ നിങ്ങൾ ആരും തന്നെ വേദനിക്കേണ്ടതില്ല. കേട്ടുകഴിഞ്ഞാൽ ഇനിമേലിൽ നിങ്ങൾ നിയമം ഫിറ്റാക്കാൻ രംഗത്തിറങ്ങിയാൽ മതി. ഇതുവരെ നിങ്ങൾ ചെയ്തു പോയതായ പാപത്തിനെ തൊട്ട് അള്ളാഹിനോട് നിങ്ങൾ പശ്ചാത്തപിച്ചാലും മതി, ഖേദിച്ച് മടങ്ങിയാലും മതി, ദുഃഖിച്ചാലും മതി, പ്രാർത്ഥിച്ചാലും മതി. അതുകൊണ്ട് നിങ്ങൾ ഇന്നു മുതൽ തൂബൂ ഇലല്ലാഹി ജമീഅ, മുസ്ലിം ലോകമേ നിങ്ങൾ സകലം പാശ്ചാത്തപിക്കുക അള്ളാഹിന്റെ മുമ്പിൽ. അള്ളാഹിന്റെ ഓർഡർ അങ്ങനെയാണ്. എന്തിനാണ്? ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ, പരലോക മോക്ഷം നിങ്ങൾക്ക് വേണമെന്ന് പൂതിയുണ്ടെങ്കിൽ നിങ്ങളത് ഫിറ്റാക്കണം, തൗബ ചെയ്യണം, പാശ്ചാത്തപിക്കണം, നല്ല മാർഗങ്ങൾ കൈക്കൊള്ളണം, അഭിമാനത്തെ സംരക്ഷിക്കാൻ വേണ്ടി രംഗത്തിറങ്ങണം, വ്യഭിചാരം നിർമ്മാണം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ യത്നിക്കണം, പ്രവർത്തിക്കണം. അതെ സഹോദരന്മാരെ, ഈ പർദ, ആധുനിക പർദ, ഇസ്ലാമിക പർദ രണ്ടാണ്. ആധുനിക പർദ 70 കൊല്ലം ഇങ്ങോട്ടുള്ളതാണ്. ഏതത്? മുഖം മറക്കാത്ത പർദ. അത് 70 അല്ലെങ്കിൽ 100 കൊല്ലമേ അതിന് പഴക്കമുള്ളൂ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ അത്? ഈജിപ്തിൽ ഫ്രഞ്ചുകാരാണ് അത് ഉണ്ടാക്കിയത്. മൈദാനു തഹരീർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ? മൈദാനു തഹരീർ എന്ന പേരിൽ, സ്വതന്ത്ര മൈതാനം എന്ന പേരിൽ ഈജിപ്തിൽ വലിയൊരു സർക്കിൾ ഉണ്ട്. ഞാൻ കണ്ട ആളാണത്. 4-5 പ്രാവശ്യം പോയ ആളാണ് ഞാൻ അവിടെ. ആ സ്വതന്ത്ര മൈതാൻ എന്ന പേരുള്ള സർക്കിളിന് ആ പേര് വരാൻ കാരണം ഫ്രഞ്ചുകാർ മുസ്ലിം സ്ത്രീകളെ അവരുടെ നാട്ടിൽ കൊണ്ടുപോയിട്ട് അവരുടെ കോളേജുകളിലൂടെ ഇസ്ലാമിക പർദ വലിച്ചെറിയാനുള്ള ട്രെയിനിങ് നൽകിയതിന് ശേഷം മുസ്ലിങ്ങൾ എന്നിട്ട് പർദ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു കോൺഫറൻസ് കൂടിയിട്ട് പർദ ധരിച്ചുകൊണ്ട് ആ മുസ്ലിം വേഷധാരിണികളായ സ്ത്രീകളെ രംഗപ്രവേശനം നടത്തി. എന്നിട്ട് പർദ ധരിച്ചു വന്നതായ സ്ത്രീകൾ അവരുടെ പർദയെ സംസാരത്തിന്റെ സമാപനത്തിൽ പിച്ചി ചീന്തി വലിച്ചെറിഞ്ഞു. ഇന്നത്തോടുകൂടി ഞങ്ങൾ പർദയെ തൊട്ട് സ്വതന്ത്രരായി മാറി എന്ന് പ്രഖ്യാപിച്ചു. അന്ന് മുതലാണ് ആ സർക്കിളിന് മൈദാനു തഹരീരി എന്ന് ഈജിപ്തിൽ പേര് വന്നത്. ഇന്ന് വരേക്കും ആ സർക്കിളിന്റെ പേര് മൈദാനു തഹരീരി എന്നാണ്. പർദയോ? അത് പൊതുവെ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഏത് നാട്ടിലും പർദയോട് എതിർപ്പ് തന്നെയാണ്. കാരണം അവർക്ക് വലിയ വെറുപ്പാണ്. ഞാൻ പല കോൺഫറൻസുകൾ കണ്ടു, ജൂതന്മാർ നടത്തിയ പല കോൺഫറൻസുകളുടെ റിപ്പോർട്ടുകൾ ഞാൻ വായിച്ചു. അതുപോലെ തന്നെ ഇസ്ലാമിന്റെ ശത്രുക്കൾ എവിടെ സമ്മേളിക്കുന്ന ധാരാളം സമ്മേളനങ്ങളിൽ കാണുന്നത് മുസ്ലിങ്ങളെ വ്യതിചലിപ്പിക്കാനുള്ളതായ ഏക മാർഗം അവരുടെ ഇടയിൽ, മുസ്ലിം സ്ത്രീകളുടെ ഇടയിലുള്ളതായ പർദ നിർമ്മാർജ്ജനം ചെയ്യലും, അപ്രകാരം തന്നെ അവർക്ക് മദ്യവും കള്ളും അത് പെണ്ണും അവരുടെ കൂട്ടാളികളാക്കി മാറ്റലുമാണ്. അതല്ലാതെ വേറെ രൂപത്തിലൊന്നും അവരെ പള്ളിയിൽ നിന്നിട്ട് ദൂരപ്പെടുത്തുവാനും അവരെ ആത്മീയ ദൈവിക ബന്ധത്തിൽ നിന്നിട്ട് ദൂരപ്പെടുത്തുവാനും സാധിക്കുകയില്ല എന്നൊക്കെ ജൂതന്മാരുടെ ധാരാളം റിപ്പോർട്ടുകൾ നിങ്ങൾ വായിച്ചതുപോലെ നിങ്ങൾ നിന്നിട്ടും പലരും വായിച്ചിരിക്കും, ഞാനും വായിച്ചതാണ്. അതൊക്കെ ശത്രുക്കളുടെ ഗൂഢാലോചനകളിൽ പെട്ടതാണ്, കുതന്ത്ര മന്ത്ര തന്ത്രങ്ങളിൽ പെട്ടതാണ്. പക്ഷേ മുസ്ലിങ്ങൾ യഥാർത്ഥ മുസ്ലിങ്ങളായി ജീവിക്കുകയാണെങ്കിൽ അവരെ പോലോത്തതായ വിജയികൾ, അവരെ പോലോത്തതായ അന്തസ്സിന്റെ ഉടമകൾ, ആ സംസ്കാരത്തിന്റെ ഉടമകൾ, പരിഷ്കാരത്തിന്റെ ഉടമകൾ വേറെ ഉണ്ടാവുകയില്ല എന്നത് ലോകം കുറെ നൂറ്റാണ്ടുകൾ കണ്ടതാണ്. ഖേദകരമെന്ന് പറയട്ടെ, ഇന്നൊരു അസാതീറായി മാറിയിരിക്കുകയാണ്, ഇന്നൊരു കഥ മാത്രമായി മാറിയിരിക്കുകയാണ്. കൊലപ്പെടുത്താൻ പറ്റാത്തതായ കഥയാണ്. ഇങ്ങനെ ഈ നാടുകളെയൊക്കെ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം ഭരിച്ചതായ ഒരു വിഭാഗമാണ് മുസ്ലിങ്ങൾ എന്നത് പറഞ്ഞറിയിക്കേണ്ടിയിരിക്കുകയാണ്. ഞാൻ തന്നെ 25-കാരനായ മലയാളിയെ ഇവിടെ കണ്ടു. അദ്ദേഹം SSLC പഠിച്ചു വന്ന ആളാണെന്നാണ് പറഞ്ഞത്. എന്നിട്ട് മൂപ്പരെന്റെ ക്ലാസ്സിലൂടെ കേട്ടു ഇന്ത്യ 800 കൊല്ലം മുസ്ലിങ്ങൾ ഭരിച്ച നാടാണ് എന്ന് കേട്ടപ്പോൾ അയാൾ പട്ടണത്തിലേക്ക് എത്തിയപ്പോൾ എന്നോട് ചോദിക്കുകയാണ്, ഞാൻ എൻ്റെ കാത് മുളച്ച ശേഷം ആദ്യം കേൾക്കാണ് ഇന്ത്യ 800 കൊല്ലം മുസ്ലിങ്ങളെ ഭരിച്ച നാടാണെന്നുള്ള വാർത്ത. പിന്നെ SSLC വരെ എന്താ ചങ്ങാതി നീ പഠിച്ചത്? കേരളത്തിൽ ഇന്ത്യയിൽ വെച്ചിട്ട് SSLC പഠിച്ച് പാസ്സായ മനുഷ്യനാ പറയുന്നത് 25 വയസ്സുള്ള മുസ്ലിം ഇന്ത്യ 800 കൊല്ലം മുസ്ലിങ്ങളെ ഭരിച്ച നാടായിരുന്നു എന്ന കാര്യം മൂപ്പര് അറിയില്ല എന്നാണ്. എന്തുകൊണ്ട് അറിയുകയില്ല? ഇന്നത്തെ പോലത്തതായ രൂപത്തിലുള്ളതായ സിലബസ് ആണെങ്കിൽ അറിയില്ല എന്നുള്ളതിൽ അത്ഭുതമില്ല. പക്ഷെ അതേ സമയത്ത് ഒരു മുസ്ലിം വാപ്പ, മുസ്ലിം ഉമ്മ, മുസ്ലിം കുടുംബ